ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. സിതാംശു കോട്ടക് ഇന്ത്യയുടെ പുതിയ ബാറ്റിംഗ് കോച്ചായിട്ട് ചാർജ് എടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ കരുൺ നായർ തൻ്റെ ശരാശരി 752 ഉയർത്തിയിരിക്കുന്നു. ഈ രണ്ട് വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത് സിതാംശു കോട്ടക് എന്ന് പറയുന്ന സൗരാഷ്ട്രക്കാരൻ, അദ്ദേഹം ഇന്ത്യയുടെ ബാറ്റിംഗ് കോച്ചായിട്ട് ചാർജ് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ ഹെഡ് കോച്ച് ആയിട്ടുള്ളത് ഗൗതം ഗംഭീറാണ്. ഗൗതം ഗംഭീറിന്റെ സപ്പോർട്ട് ടീമിലുള്ള പല ആളുകളെയും നമുക്കറിയാം. 2 അസിസ്റ്റന്റ് കോച്ച്മാരുണ്ട്, അഭിഷേക് നായരും റയാൻ ടെൻഡെസ്കോത്തയും. അതുപോലെ തന്നെ ഫീൽഡിംഗ് കോച്ചായിട്ട് ടി ദിലീപാണുള്ളത്, ബൗളിംഗ് കോച്ചായിട്ട് മോണി മോർക്കലാണ്. ഇത് കൂടാതെയാണ് ഇപ്പോൾ ഒരു ബാറ്റിംഗ് കോച്ചായിട്ട് സിതാംശു കോട്ടക്കിനെ ടീമിലേക്ക് എടുത്തിരിക്കുന്നത്. സിതാംശു കോട്ടക് എന്ന് പറയുന്ന താരത്തിനെ കുറിച്ച് ആദ്യം സംസാരിക്കാം. അദ്ദേഹം 2013 വരെയാണ് ക്രിക്കറ്റിൽ സജീവമായിട്ട് ഉണ്ടായിരുന്നത്. 1993 അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് കരിയർ ഈ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ആരംഭിക്കുന്നത്. ഏകദേശം ഒരു 130ഓളം മാച്ചുകൾ അദ്ദേഹം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ, ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ചിട്ടുണ്ട്. ആ 130 മാച്ചുകളിൽ 8000-ലധികം റൺസുകളാണ് അദ്ദേഹം സ്കോർ ചെയ്തിരിക്കുന്നത്. 41 മുകളിലാണ് അദ്ദേഹത്തിന്റെ ആവറേജ്. അതുകൊണ്ട് തന്നെ ഇത്രത്തോളം മാച്ചുകൾ, 130 മാച്ചുകൾ, 100-ന് മുകളിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ കളിച്ചിരിക്കുന്ന താരങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അവരെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു ഡൊമസ്റ്റിക് സർക്യൂട്ടിലെ ലെജൻഡ്സ് എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. ഇതിഹാസ താരങ്ങളുടെ കൂട്ടത്തിൽ പെടുത്താവുന്ന ആളുകളാണ് ഈ ഡൊമസ്റ്റിക് സർക്യൂട്ടിൽ. അപ്പൊ സിതാംശു കോട്ടക് അങ്ങനെയുള്ള ഒരു താരമാണ്. ഞാൻ പറഞ്ഞു, സൗരാഷ്ട്രയിൽ നിന്നുള്ള താരമാണ്. 2013 അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് കരിയർ അവസാനിപ്പിക്കുന്നത്. പിന്നീട് അതിനുശേഷം അദ്ദേഹം സജീവമായിട്ട് കോച്ചിങ്ങിലേക്ക് തിരിയുകയായിരുന്നു. സജീവമായിട്ട് കോച്ചിങ്ങിലേക്ക് തിരിയുന്ന സമയത്ത് BCCIയുടെ ഈ കോച്ചിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ലെവൽ 1, ലെവൽ 2, ലെവൽ 3 അങ്ങനെയുള്ള കോച്ചിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതെല്ലാം ചെയ്തതിന് ശേഷം വേണം നമ്മൾ കോച്ചിങ്ങിലേക്ക് വരാനായിട്ട്. അപ്പൊ അങ്ങനെ വന്ന അദ്ദേഹത്തിന് NCAയിലാണ് ആദ്യത്തെ ഒരു അസൈൻമെന്റ് കിട്ടുന്നത്. NCA എന്ന് പറഞ്ഞാൽ BCCIയുടെ കീഴിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. നാഷണൽ ക്രിക്കറ്റ് അക്കാഡമി എന്നാണ് അതിന്റെ പേര്. ബാംഗ്ലൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. പല പുതിയ താരങ്ങളെയും ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് അവിടെയാണ്. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ താരത്തിന് പരിക്ക് പറ്റിയാൽ അതിന്റെ റീഹാബ് നടക്കുന്നത് അവിടെയാണ്. അതുകൊണ്ട് തന്നെ നാഷണൽ ക്രിക്കറ്റ് അക്കാഡമിയിലെ കോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ ഇന്ത്യയുടെ ഏതെങ്കിലുമൊക്കെ കാറ്റഗറിയുടെ കോച്ചായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. സിതാംശു കോട്ടക്കിന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് 2-3 കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഡൊമസ്റ്റിക് സർക്യൂട്ടിൽ ആദ്യം സൗരാഷ്ട്രയുടെ കോച്ചായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കളിച്ചിരുന്ന ടീമാണ് സൗരാഷ്ട്ര എന്ന് ഞാൻ പറഞ്ഞിരുന്നു. 2020 സൗരാഷ്ട്ര ചാമ്പ്യന്മാരാകുമ്പോൾ, ബംഗാളിനെ തോൽപ്പിച്ചാണ് 2020 സൗരാഷ്ട്ര ചാമ്പ്യന്മാരാകുന്നത്. അപ്പോൾ അവരുടെ ഹെഡ് കോച്ച് ആയിട്ടുണ്ടായിരുന്നത് സിതാംശു കോട്ടക്കാണ്. അതിനുശേഷം അതിന് മുമ്പ് ഗുജറാത്ത് ലയൺസ് എന്ന് പറയുന്ന ഒരു ടീം ഉണ്ടായിരുന്നു IPL. ആ ടീമിന്റെ കോച്ചായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നീട് പല അസൈൻമെന്റ്സും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് ഈ 2023 ഇന്ത്യയുടെ അയർലൻഡുമായിട്ടുള്ള ഒരു T20 പരമ്പര ഉണ്ടായിരുന്നു. ആ പരമ്പരയിൽ VVS ലക്ഷ്മണിന് പകരമായിട്ട് ഇന്ത്യയുടെ കോച്ചായിട്ട് വന്നത് സിതാംശു കോട്ടക്കാണ്. പിന്നീട് ഇപ്പോ ജസ്റ്റ് ഇന്ത്യ ഈ ബോർഡർ ഗവാസ്കർ ട്രോഫി കളിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഇന്ത്യയുടെ ഒരു A ടീം അവിടെ പര്യടനം നടത്തിയിരുന്നു ഓസ്ട്രേലിയയിൽ. ആ പര്യടനത്തിൽ ഇന്ത്യയുടെ കോച്ചായിട്ടുണ്ടായിരുന്നതും സിതാംശു കോട്ടക് തന്നെയാണ്. അപ്പൊ നല്ല എക്സ്പീരിയൻസ് ഉള്ള കോച്ച് ആണ് അദ്ദേഹം എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അപ്പൊ ഇതെല്ലാം ഇന്ത്യൻ ടീമിന് ഗുണകരമാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിന്റെ ഒരു ബാറ്റിംഗ് കോച്ച് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഇന്ത്യയുടെ ഈ ബാറ്റർമാർക്കെല്ലാം മുതൽക്കൂട്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കരുൺ നായരെ പറ്റിയാണ്. കരുൺ നായർ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ്. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ വിജയ് ഹസാരെ ട്രോഫി ഏകദിന ടൂർണമെന്റിൽ കാഴ്ചവെക്കുന്ന പ്രകടനമാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒന്ന് എന്നുള്ളത്. കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു അദ്ദേഹം 6 മാച്ചുകളിൽ നിന്ന് 664 റൺസ് നേടി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പൊ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസം സെമി ഫൈനൽ മത്സരത്തിൽ അദ്ദേഹം മഹാരാഷ്ട്രയുമായിട്ട് ഒരു 88 റൺസ് നേടി നോട്ട് ഔട്ടായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും ആവറേജ് കൂടിയിരിക്കുകയാണ്. 752 റൺസ് എന്നുള്ള ഒരു ആവറേജിലേക്ക് അദ്ദേഹം വന്നിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയുമായിട്ട് നടന്ന സെമി ഫൈനൽ മത്സരത്തിൽ വിദർഭ ജയിക്കുകയും വിദർഭയുടെ ക്യാപ്റ്റനാണ് കരുൺ നായർ. അവർ ഫൈനലിലേക്ക് യോഗ്യത നേടുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഫൈനലിൽ അവർ കളിക്കാൻ പോകുന്നത് കർണാടകയുമായിട്ടാണ്. കഴിഞ്ഞ മത്സരത്തിൽ 44 ബോളുകളിലാണ് കരുൺ നായർ 88 റൺസ് നേടി പുറത്താവുന്നത്. അവസാനത്തെ 2 ഓവറുകൾ ബാക്കിയുള്ള സമയത്ത് എനിക്ക് തോന്നുന്നു അദ്ദേഹം 53 ആ ഒരു റൺസിലാണ് നിന്നിരുന്നത്. അവസാനത്തെ 2 ഓവറിലാണ് അദ്ദേഹം അതിനുശേഷമുള്ള ഒരു 36 റൺസ് നേടിയത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം നോട്ട് ഔട്ട് ആവാൻ വേണ്ടിയുള്ള ഒരു ബാറ്റിംഗ് ആയിരുന്നില്ല, നല്ല അഗ്രസീവ് ആയിട്ടാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പല മത്സരങ്ങളിലും നോട്ട് ഔട്ടാണ്. ഈ ബാറ്റ് ചെയ്തിട്ടുള്ള കൂടുതൽ ഇന്നിംഗ്സുകൾ എന്ന് കഴിഞ്ഞാൽ ഒരേ ഒരു ഇന്നിംഗ്സിൽ ഉത്തർപ്രദേശുമായിട്ട് മാത്രമാണ് അദ്ദേഹം സെഞ്ചുറി നേടിയതിനു ശേഷം പുറത്തായത് എന്നുള്ളതാണ്. ഇത്രയും മത്സരങ്ങളിൽ 7 മത്സരങ്ങൾ ഇപ്പോൾ അദ്ദേഹം കളിച്ചു കഴിഞ്ഞു. അതിൽ 5 മത്സരങ്ങളിൽ സെഞ്ചുറി നേടുകയും ചെയ്തു. 2 മത്സരത്തിലാണ് സെഞ്ചുറി നേടാൻ പറ്റാതെ പോയത്. അത് ഒന്ന് ഇന്നലെ നടന്ന മത്സരത്തിൽ 88 നോട്ട് ഔട്ടും ഇതിനു മുമ്പ് മറ്റൊരു മത്സരത്തിൽ 44 നോട്ട് ഔട്ടുമാണ്. അപ്പോൾ ഫൈനലിൽ ഒരു മാച്ച് കൂടെ ബാക്കിയുണ്ട്. അത് കർണാടകയുമായിട്ടാണ്. അതിൽ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ പ്രകടനം എന്ന്
നോക്കാം. കർണാടക എന്ന് പറയുന്നത് കരുൺ നായരുടെ മുമ്പത്തെ ടീമാണ്. ഏറ്റവും കൂടുതൽ അദ്ദേഹം ക്രിക്കറ്റ് കളിച്ചിരിക്കുന്നത് കർണാടകയ്ക്ക് വേണ്ടിയിട്ടാണ്. അവരുമായിട്ടാണ് ഫൈനൽ നടക്കാൻ പോകുന്നത്. ഏതായാലും ആ ഒരു മത്സരത്തിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് കരുൺ നായർക്ക് സാധിക്കട്ടെ. ഒപ്പം തന്നെ ഈ ഇംഗ്ലണ്ടുമായിട്ടുള്ള T20 പരമ്പര അവസാനിക്കുന്നതോടുകൂടി ഒരു 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പര ഇന്ത്യ കളിക്കുന്നുണ്ട്. ആ പരമ്പരയിൽ ഒരു ഇടം നേടാനായിട്ട് കരുൺ നായർക്ക് സാധിക്കട്ടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അധികം സ്കോർ ഒരു ഏകദിന ഫോർമാറ്റിൽ നേടിയിരിക്കുന്ന ഒരു താരത്തിന് ഡെഫിനറ്റ് ആയിട്ടും ഇന്ത്യ ഒരു ചാൻസ് കൊടുക്കേണ്ടതാണ്. അത് ഡെഫിനറ്റ് ആയിട്ടും ഇപ്പോൾ വരാൻ പോകുന്ന ഈ 3 മത്സരങ്ങളുടെ പരമ്പരയിൽ കൊടുക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഏതായാലും കരുൺ നായരുടെ ഒരു എക്സലന്റ് ആയിട്ടുള്ള പെർഫോമൻസ്. ഹാറ്റ്സ് ഓഫ് ടു കരുൺ നായർ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.